യുദ്ധം അവസാനിക്കും. നേതാക്കൾ കൈകൊടുത്തു പിരിയും. ആ വൃദ്ധ തന്റെ മകന് വേണ്ടി കാത്തിരിക്കും. ആ പെൺകുട്ടി തന്റെ പ്രിയതമനായ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കും. കുട്ടികൾ ധീരനായ അച്ഛന് വേണ്ടി കാത്തിരിക്കും. എന്റെ മണ്ണ്, എന്റെ മാതൃഭൂമി വിറ്റതാരാണെന്ന് ഞാൻ അറിയില്ല. പക്ഷെ അതിന് വില കൊടുത്തതാരാണെന്ന് എനിക്ക് നന്നായി അറിയാം. പലസ്തീന്റെ ഹൃദയമിടിപ്പ് കവിതയായി ലോകത്തോട് സംസാരിച്ച കവി, അവന്റെ ഓരോ വരിയും കണ്ണീരിന്റെ മഷിയിൽ എഴുതപ്പെട്ട പ്രതിരോധത്തിന്റെ വിളിയായിരുന്നു. പലസ്തീനെ മരിച്ചുപോയ ഭൂമിയിൽ നിന്നും അനശ്വരമായ ആത്മാവായി ഉയർത്തിയ കവി മഹ്മൂദ് ദർവീഷിന്റെ വരികളാണിത്. പലസ്തീനിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും താരാട്ടുപാട്ടുകൾക്ക് പകരം കേൾക്കുന്നത് ബോംബുകളുടെ ഗർജനമാണ്. കളിക്കളത്തിൽ ചിരികൾ വിരിയേണ്ട പ്രായത്തിൽ കുഞ്ഞുങ്ങൾ രക്തക്കുളത്തിൽ പിടഞ്ഞു മരിക്കുന്നു. മാതാവിന്റെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിലുകൾ ആകാശത്തെ ചുംബിക്കുന്നു. പിതാക്കളുടെ കൈകൾ ശവപ്പെട്ടികളുടെ ഭാരമറിയുന്നു. ഭാര്യമാരുടെ കണ്ണുനീർ ചരിത്രത്തിന്റെ കറുത്ത പേജുകളിൽ എഴുതപ്പെടുന്നു. ഇതാണ് പലസ്തീൻ. ജീവിതം കൊയ്യപ്പെടുന്ന മനുഷ്യത്വം ശവപ്പെട്ടിയിൽ അടയുന്ന ലോകത്തിന്റെ നിഷ്ഠൂര മൗനത്തോട് ചോദ്യം ചെയ്യുന്ന ഭൂമി.